വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. Kallu. അപ്പോൾ 2 ഡേയ്സോടെ കഴിഞ്ഞ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യാറായില്ല. അപ്പോൾ എല്ലാവരും ആ ഒരു പ്രിപ്പറേഷൻസിലും തിരക്കിലൊക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ആ ഒരു വെക്കേഷന് കളിച്ച് തിരിച്ച് നടക്കേണ്ട ആ ഒരു മൂഡൊക്കെ നിന്നെന്ന് വിചാരിക്കുന്നു. പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നു വിചാരിക്കുന്നു. വരാത്തവരാണെങ്കിൽ വരാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ പ്രിപ്പറേഷൻസ് മാത്രം പോരാ, നമുക്ക് പഠിക്കുമ്പോൾ ഫോക്കസ്, ഇൻട്രസ്റ്റ്, കോൺസെൻട്രേഷനും കൂടെ വേണം അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഫോളോ ചെയ്ത സക്സസ് ആയ ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. സോ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ടിപ്പ് 1 എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് പ്ലേസ്. ഒരു എന്താ പറയുക, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരുപാട് ശബ്ദമൊന്നും ഇല്ലാതെ നല്ല സമാധാനത്തിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെക്കൻഡ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം പറ്റുന്ന ഒരു എന്താ പറയുക, പഠിക്കുമ്പോൾ തന്നെ നല്ല സുഖിച്ച് ഇരുന്ന് പഠിക്കാനൊക്കെ, സുഖമായിട്ട് ഇരുന്ന് പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലേസ് സെലക്ട് ചെയ്യുക. പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ലൈറ്റ് ഉള്ളൊരു സ്ഥലം തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ലൈറ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊരു നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ള ഒരു പ്ലേസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 5-10 മിനിറ്റ് പ്രയർ ചെയ്യുക. പ്രയർ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആവുന്നു, റിലാക്സ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ നേരത്തേക്ക് എണീക്കുന്ന എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുക, ഹാബിറ്റ് ആക്കാതെ നമ്മൾ നേരത്തെ എണീക്കുന്നത് എന്താ, സ്കൂളിൽ പോകുമ്പോൾ നല്ലതാണല്ലേ നേരത്തെ എണീക്കുന്നത്. നേരത്തെ എണീക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതും നല്ലൊരു കാര്യം തന്നെയാണ്. മോർണിംഗ് 5:30 to 6 o'clock ആണ് മെഡിറ്റേഷന് ഏറ്റവും നല്ല ടൈം. ചിലരുടെ മോർണിംഗ് റൂട്ടീനിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ബിഗിനേഴ്സ് ആണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണമെന്നെങ്കിൽ ഒരു 5 minutes ചെയ്യുക. അല്ല പ്രാക്ടീസ് ആയതാവരാണെങ്കിൽ അവരുടെ ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ടിപ്പ് 3 എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റിൽ പഠിക്കാൻ തുടങ്ങുക. നമ്മൾ ഫേവറേറ്റ് ആയ സബ്ജക്റ്റിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ എന്താ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പം തുടക്കം നന്നായ എന്താ, ബാക്കിയൊക്കെ നമുക്ക് ഇൻട്രസ്റ്റോടെ തന്നെ പഠിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റിൽ തന്നെ പഠിക്കാനിരിക്കുക. പലർക്കും പല സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ 4th ടിപ്പ് എന്ന് പറയുന്നത്, അവോയ്ഡ് ഓൾ ഡിസ്ട്രാക്ഷൻസ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന പ്ലേസിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വെക്കാതിരിക്കുക. ഡിസ്ട്രാക്ഷൻസ് ഞാൻ ഉദ്ദേശിച്ചത് സ്മാർട്ട് ഫോൺ, TV, iPad, കമ്പ്യൂട്ടർ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നത്, ചിലർക്ക് കളിക്കാൻ തോന്നും, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താ, നിങ്ങളുടെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്യുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കളിക്കാം, ഫോൺ നോക്കാം, TV കാണാം, അതെന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ കളിക്കണം അല്ലെങ്കിൽ ഫോൺ നോക്കണം തോന്നുന്നത്, എനിക്കൊരു എൻജോയ്മെൻറ്റ് ടൈം ഉണ്ട്, ഇപ്പം എനിക്ക് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊരു എൻജോയ്മെൻറ്റ് ടൈം ഫിക്സ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് ടൈം നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു എന്ന് തോന്നുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എൻജോയ്മെൻറ്റ് ടൈമായിട്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 വരുന്നുണ്ട്. എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിലും ബെസ്റ്റ് ടിപ്സ് തന്നെയായിരിക്കും ഞാൻ പാർട്ട് 2 പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രം കല്ലു.